ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മുട്ടയുണ്ടെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ടയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വൈറ്റ് പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് യെല്ലോ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ചേർക്കുന്ന നമ്മുടെ വാനില എസൻസ് ആണ്. ഇതിന് പകരം പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മുടെ മൈദയുടെ പൊടിയാണ്, അത് ഓരോ കപ്പ് ഒരു കപ്പ് എടുക്കുക. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൈദാപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയേ. പിന്നീട് 1 ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിലോ എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പല കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു റിങ് എടുത്തിട്ടിട്ട് നമുക്കതിൽ ഇറക്കി വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി ഒരു 4 ലെയറായിട്ട് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 4 ലെയറായിട്ട് കട്ട് ചെയ്യുന്നത് വേറൊന്നും അല്ല, നമ്മളിപ്പോൾ ഒരുപാട് കട്ടിയാക്കണ്ടെന്ന് വിചാരിച്ച് തിന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 4 ലെയറാക്കി ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോ. 4 ലെയറായിട്ട് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ അല്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുക. അല്പം പൈനാപ്പിളും കൂടി കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. അപ്പോൾ അതായത് വേറൊന്നുമില്ല, ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് 2-3 പൈനാപ്പിൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നമ്മളിതാ ഞാൻ പറയില്ലേ, ഓരോരോ ലെയർ അങ്ങോട്ട് എടുത്ത് വെക്കുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ക്രീമൊന്നും ബീറ്റ് ചെയ്തൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയി പോകും വീഡിയോ. അത് കാരണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ക്രീം ബീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അല്പം ഒരു യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ കേക്ക് അല്ലേ, അതുകൊണ്ടിട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണെങ്കിലും ഞാനൊന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പൈനാപ്പിൾ കേക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഈ ക്രീമൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ബേക്കറികളിലൊക്കെ അവൈലബിൾ ആണ്, എല്ലായിടവും കിട്ടും വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊരു 4 ലെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദേ, അപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഷേപ്പിൽ നോസിൽ അത് എടുത്തിട്ട്, ഫ്ലവർ നോസിലായിരുന്നു, അതെടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേ നോക്കി, പൈനാപ്പിളിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ഒന്ന് കൊടുത്തത്. എൻ്റെ ഒരു ഐഡിയയിൽ തോന്നി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിപ്പം എന്താ പറയുക, പൈനാപ്പിളിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒന്നുമില്ല, അതായത് ബർത്ത്ഡേക്കോ അങ്ങനെയൊന്നുമല്ല, വെറുതെ എനിക്ക് ഇവിടെ കുറച്ച് പൈനാപ്പിൾ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ലെയർ നമ്മൾ ഓരോരോ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ അല്ലേ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചിലർക്ക് ഈ പൈനാപ്പിൾ ഒരുപാട് കഴിക്കുന്നതൊന്നും ഇഷ്ടമാകില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതാ കണ്ടില്ല, ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ പൈനാപ്പിൾ ഇരിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് കേട്ടോ. ഏകദേശം അത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇലയുടെ ഒരു നോസിൽ വെച്ചിട്ട്, സത്യം പറയുന്നത് നമ്മൾ ഈ ഡെയിലി ഉണ്ടാക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനങ്ങനെ നമ്മൾ ഡെയിലി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, പക്ഷെ നാട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇത് അത്ര ഒന്നിട്ട് പെർഫെക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും വീഡിയോ ഇട്ടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ നന്നായിട്ട് എന്താ പറയുക,
ഐസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഡെക്കറേഷനും അല്ല, പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇലയുടെ ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ വെച്ചിട്ട്. അത് അത്രയും അങ്ങോട്ട് റെഡിയൊന്നും ആയില്ല കേട്ടോ, എങ്കിലും ഏകദേശം ഒപ്പിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഏകദേശം ഒപ്പിച്ചു എന്ന് പറയാം. ലീഫിൻ്റെ നോസിൽ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. നമ്മളിപ്പോൾ ഡെയിലി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വല്ലപ്പോഴൊക്കെ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ആനിവേഴ്സറി അല്ലെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കഴിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഈ സത്യം പറഞ്ഞാൽ ഐസിങ് ഒക്കെ ഡെയിലി ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പൈനാപ്പിൾ കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ അതാ നമ്മളുടെ പൈനാപ്പിൾ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഇത് കാണുമ്പം ഒന്നും തോന്നരുത്, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. അപ്പോൾ നോക്കിക്കോളും, നല്ല അടിപൊളി ഒരു കേക്ക്, വളരെ ടേസ്റ്റി ആയിരുന്നു. കേക്ക് നല്ല സംഭവം, ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ മോളുടെ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഷ തീം കേക്ക്. അതുപോലെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.